സത്യം പറഞ്ഞാൽ ഈ പ്ലേസിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും ആലോചിച്ചില്ല. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാസലിയിൽ നല്ല സ്ഥലമാണെന്നൊക്കെ വെച്ച്. അങ്ങനെ ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിലൊക്കെ കയറി യാത്രയും വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പോയി. അങ്ങനെ ഇറങ്ങിയിട്ട് നടന്ന് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ എത്താൻ കുറച്ച് എഫേർട്ട് എടുക്കുന്നു. പക്ഷെ വ്യൂ കണ്ടപ്പോൾ ആ എഫേർട്ടെല്ലാം വെറുത്തായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുകളിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടുത്തെ ആൾക്കാർക്ക് ആവശ്യത്തിന് സമയമുണ്ട് ഇവിടുത്തെ വ്യൂ കണ്ട് ആസ്വദിക്കാൻ. ഇതാണ് ഇവിടുത്തെ ഹാസൽ ഹില്ല്. പിന്നെ നമ്മൾ എപ്പോഴും വലിയ പ്ലാൻസ് ഒന്നും നോക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സിമ്പിൾ ഈവനിങ് ട്രിപ്പ് പോലും നല്ലൊരു മെമ്മറി ആക്കാം നമുക്ക്. പിന്നെ ആ സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ പോയി ഫോട്ടോ എടുത്തു. പിന്നെ അതേ ഫോട്ടോ എടുത്ത് കണ്ടിട്ട് വീണ്ടും ഫോട്ടോ എടുത്തു. അങ്ങനെയാണല്ലോ ക്രിയേറ്റർ ലൈഫ്. പിന്നെ കുറച്ച് നടന്ന് കാറ്റൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് റാൻഡം ക്ലിപ്സൊക്കെ എഡിറ്റിൽ കാണുമ്പം തന്നെ അറിയാം അത്ര നന്നായി വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ ഇവിടുത്തെ പച്ചപ്പും ഹരിതാപവും എല്ലാം കണ്ട് ഞാൻ നടന്നിറങ്ങി. അവസാനം ഞാൻ ഊബറാണ് ബുക്ക് ചെയ്തത്, കാരണം കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഊബറിലൊക്കെ കയറി നമ്മൾ പെപ്പേഴ്സിലങ്ങ് എത്തി. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻലി റൈസ് ഫുഡാണ് ഇവിടുത്തെ മെയിൻ ഫുഡ്. സോ നമ്മൾ ഇവിടുത്തെ ലിമിറ്റഡ് എഡിഷൻ ഗോൾചൂങ് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞൊരു പുതിയ എഡിഷൻ വന്നു. അവസാനം മെക്ഡിന്ന് ഒരു ഫ്രാപ്പയും കുടിച്ചിട്ട് ദിവസം ക്ഷണിപ്പിച്ചു. സോ ഫോളോ ഫോർ മോർ.